ബന്ധപ്പെടുന്നു. പ്രധാനപ്പെട്ട അന്നത്തെ രാത്രിയും ദുആ ചെയ്താലും കിട്ടാത്ത രണ്ട് വിഭാഗത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഒന്ന് മുശ്രിക്കാണ്, ഇന്നത്തെ ഖുതുബയിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് മുശാഹിനാണ്, പിണങ്ങി നിൽക്കുന്നവരാണ്. പിണക്കമുള്ളവർ അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിയാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പുണ്യ രാവുകൾ വരുമ്പോൾ ദുആരക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അത്തരം അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തത് മുദ്മിനു ഖംർ, മറ്റൊരു ഹദീസിൽ കാണാം സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ്. അവർക്കും അല്ലാഹു അന്നത്തെ രാത്രി പാപം പൊറുക്കൂല. നാലാമത്തത് ആഖുൽ വാലിദൈനാണ്, ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിച്ചവരാണ്, സങ്കടപ്പെടുത്തിയവരാണ്. ആ പാപം ബാപ്പയെയും ഉമ്മയെയും കണ്ട് പൊരുത്തപ്പെടിച്ചാലല്ലാതെ അന്നത്തെ രാത്രിയിൽ ദുആ ചെയ്താലും അല്ലാഹു പുറത്തു തരികയില്ല. നഅൂദുബില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ പോണം, പൊരുത്തങ്ങൾ വാങ്ങണം, നമുക്ക് വേണ്ടി ദുആരക്കാൻ പറയണം. മരണപ്പെട്ട വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറും പുറത്ത് നമ്മൾ പോകണം. അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ എപ്പോഴും ഫാത്തിഹ ഓതണം. അവരിഷ്ടപ്പെട്ടവരെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി സന്ദർശിക്കണം. അവർക്ക് സുറൂർ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെയാണ് അവരുടെ മരണാനന്തരം നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു ആ പൊരുത്തമൊക്കെ കിട്ടിയവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ.